നമസ്കാരം. ഗ്യാസിൻ്റെ ഒരു പ്രശ്നം എല്ലാവരും നേരിടുന്ന ഒരു സമയമാണിപ്പോൾ. ആക്ച്വലി എന്താണ് ഗ്യാസിൻ്റെ പ്രശ്നം? ഗവൺമെൻറ് ഒരു തീരുമാനം കൊണ്ടുവന്നു. അതായത് കരിഞ്ചന്തയിൽ വിൽക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു തീരുമാനമായിരുന്നു. ഇതിൽ ഗ്യാസ് ഏജൻസി നടത്തുന്ന ആൾക്കാർക്കാണ് ഏറ്റവും നഷ്ടം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം. ഗവൺമെൻറ് ഇത് കൊണ്ടുവന്നത് കൊണ്ട് അവർ ഗാർഹിക ഉപയോഗത്തിന് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഗ്യാസ് കരിഞ്ചന്തയിൽ മറച്ച് വിൽക്കുന്നത്, അതായത് കൂടുതലും ഈ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾ ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹോട്ടലുകൾ ഉപയോഗിക്കാതെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള സിലിണ്ടർ കിട്ടാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ഒരിക്കലും. പക്ഷെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള സിലിണ്ടർ ഉപയോഗിച്ചിട്ട് ഇപ്പം നമ്മുടെ ഈ വഴിവക്കിലവിടെയൊക്കെ ഭക്ഷണപ്പൊതിയെല്ലാം വിൽക്കുന്നവരുണ്ട്. അവർ വിൽക്കുന്നത് വിറക് വീട്ടിൽ കത്തിച്ചിട്ടൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്ന നല്ല 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 ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ചില ഹോട്ടലുകളിലാണ് പ്രശ്നം. അതായത് ചില ഹോട്ടലുകളിൽ ഇപ്പോൾ പൂട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ അവർ ഗാർഹിക ആവശ്യത്തിന് വാങ്ങിച്ചു കൊണ്ടിരുന്ന സിലിണ്ടർ കിട്ടാതെ വന്നപ്പോൾ അവർക്ക് ഹോട്ടൽ പൂട്ടേണ്ടതായിട്ട് വന്നു. കാരണം അതും അവരും ഈ ബ്ലാക്കിൽ വാങ്ങിക്കുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു 100-150 രൂപയോ കുറവൊന്ന് ഉണ്ടെന്നേ ഉള്ളൂ. അതിൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടുന്നത് ഗ്യാസ് ഏജൻസിക്കാർക്കാണ് ശരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ ഒരു അവസരത്തിനെ ക്ഷാമമാക്കി മാറ്റി. അപ്പോൾ ഏത് സർക്കാർ ഭരിക്കുന്നതായാലും അത് ഇപ്പം കേന്ദ്രമായാലും കേരളമായാലും സർക്കാരിനെ പഴിചാരുന്നത് എല്ലാവരും നിർത്താൻ വേണ്ടി സർക്കാരിന് ഇതിൽ ശരിക്കും പങ്കില്ല. ഇത് ഗ്യാസ് ഏജൻസിക്കാരാണ് ഇത് വരുത്തി തീർക്കുന്നത്. പിന്നെ ഇപ്പം യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കുന്നു, അതുകൊണ്ട് ഗ്യാസിന് ക്ഷാമം, ആ ഒരു സംഭവം സൃഷ്ടിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതല്ല സത്യത്തിൽ. ഗ്യാസ് ഏജൻസിക്കാർ അവരുടെ കരിഞ്ചന്തയിൽ കൊടുത്തുകൊണ്ടിരുന്ന സാധനത്തിനൊരു നിയന്ത്രണം വന്നു. ഇപ്പം നമ്മളൊരു ഗ്യാസ് ബുക്ക് ചെയ്ത് 1 മാസം കഴിഞ്ഞ് ബുക്ക് ചെയ്താലും മാത്രമേ നമുക്ക് ബുക്കിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇഷ്ടംപോലെ ഒരു 10 ദിവസം 15 ദിവസമൊക്കെ ഒരാളുടെ പേരിൽ ബില്ലടിച്ചിട്ടൊക്കെ ഇഷ്ടംപോലെ OTP കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിലും അതിനൊന്നും മുഴുവനായിട്ട് പ്രാവർത്തിയിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ അഴിമതി എല്ലായിടത്തും ഉണ്ട്. അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സർക്കാരുകളും, അതിപ്പം കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇപ്പം നോട്ട് നിരോധനം കൊണ്ടുവന്നത്, ഇപ്പം നടക്കുന്ന ഒരു സിനിമയുണ്ട് ദുരന്തർ എന്ന് പറയുന്ന ദുരന്തർ 2 എന്ന് പറയുന്നൊരു സിനിമ. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തന്നെ അവതാളത്തിലായ ഒരു സംഭവമായിരുന്നു നോട്ട് നിരോധനം. പക്ഷെ നമ്മുടെ ഇവിടെ എന്താ ചെയ്തത്? കേരളത്തിലൊക്കെ ശരിക്കും സത്യത്തിൽ അതിനെ ഒരു ഇതാക്കി മാറ്റി. ആ നോട്ട് നിരോധനം കൊണ്ട് ആൾക്കാർ കുഴഞ്ഞു വീഴുന്നു, മരിക്കുന്നു, ബുദ്ധിമുട്ടുന്നു. എനിക്കൊന്നും ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. കാരണം ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള പൈസയോ കാര്യങ്ങളൊന്നുമില്ല. കുറേ പഴയ 1-2 അമ്മയുടെ കയ്യിലൊക്കെ ഉള്ളതൊക്കെ കൊണ്ടുപോയി ചേഞ്ചൊക്കെ ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. അത് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അതിന് ഇഷ്ടംപോലെ സമയവും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം 2000-ൻ്റെ നോട്ട് നിരോധിച്ചു. ഇപ്പോൾ ഈ 2000-ൻ്റെ നോട്ട് നിരോധിച്ചത് ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. 2000-ൻ്റെ നോട്ട് നിരോധിച്ചത് ബാങ്കിലേക്ക് വരുന്നത് പുറത്തു വരാതായി. പിന്നെ ഇനിയിപ്പം ഈ കള്ളപ്പണാക്കിയിട്ട് വെച്ചത് അവർ പെട്ടി തന്നെ വെക്കേണ്ടി വരും. അപ്പോൾ ആ പെട്ടിയിൽ വെച്ചിരിക്കുന്ന പെട്ടി തന്നെ ഉപയോഗിക്കാതെ വെക്കേണ്ടതായിട്ട് തന്നെ വരും. ഇനിയും ഇപ്പം 2016 നോട്ട് നിരോധനം, നവംബർ 8 നോട്ട് നിരോധനം കഴിഞ്ഞിട്ട് ഇപ്പോഴും പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഈ കഴിഞ്ഞ ഇലക്ഷനും പറഞ്ഞു ഇനിയിപ്പം അടുത്ത ഭരണം വന്ന് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു നോട്ട് മാറ്റി പുതിയ നോട്ട് ആക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു തരുമെന്ന് പ്രതീക്ഷിച്ച ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ അവർ ഇനിയിപ്പോൾ അതൊക്കെ കിടക്കയായിട്ടൊക്കെ ഉപയോഗിക്കാമല്ലേ, കത്തിച്ച് കളയുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ അഴിമതി എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പോൾ അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടി സർക്കാർ ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പം എല്ലാ ഉദ്യോഗസ്ഥരല്ല, കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും പല ഉദ്യോഗസ്ഥർ തമ്മിൽ ഉള്ള പല മേഖലയിൽ, എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, പല മേഖലയിലും ഇപ്പം പുതിയ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ കൈക്കൂലിയായിട്ട് നേരിട്ട് വാങ്ങുമൊന്നുമില്ല. തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ചായക്കടയിലോ ഫോട്ടോസ്റ്റാറ്റ് കടയിലോ
ഒക്കെ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടെ ചെന്നാൽ മതി, ഡോക്യുമെൻ്റ് അവിടെ ഏൽപ്പിച്ചാൽ മതി. അപ്പോൾ അവർ നേരിട്ട് ചെന്ന് കാര്യങ്ങളൊക്കെ നടത്തി തരും. നേർവഴിക്ക് നടക്കാത്ത കാര്യങ്ങൾ വളഞ്ഞ വഴിയിൽ നടത്തിയെടുക്കുന്ന രീതിയൊക്കെ ഇപ്പോഴും ഉണ്ട്. അഴിമതിയൊന്നും ഇല്ലാതാക്കാൻ പൂർണ്ണമായിട്ട് പറ്റൂല. മനുഷ്യനിൽ സ്വയം മാറ്റം വരണം. സ്വന്തമായിട്ട് ഞാൻ അഴിമതിക്ക് കൂട്ടു നിൽക്കില്ല എന്ന് സ്വയം ഓരോ വ്യക്തിയും ചിന്തിച്ചാൽ മതി. അപ്പം സിസ്റ്റത്തിനോ സമ്പ്രദായത്തിനോ മാറ്റം വരുത്തിയത് കൊണ്ട് കാര്യമില്ല. വ്യക്തിയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ തന്നെ സമൂഹത്തിൽ നല്ല ഇതുണ്ടാകും. അപ്പം വ്യക്തികളിൽ മാറ്റം വരിക. വ്യക്തികളിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് സ്വയം നമ്മൾ വിചാരിച്ചാൽ മതി. നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാനോ നേരെയാക്കാനോ നിൽക്കണ്ട. ഞാൻ കൈക്കൂലി വാങ്ങില്ല, ഞാൻ കൊടുക്കില്ല എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓരോ വ്യക്തിയും അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമസ്കാരം.